എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പുതിയതായിട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയെന്നാണ്. നമ്മൾ ഈ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലും വ്യൂവേഴ്സ് എല്ലാം കൂടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഗൂഗിളിൽ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലാത്തവർ ഫോണിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓൺ ആക്കുക. അതിനുശേഷം ഫേസ്ബുക്ക് അക്കൗണ്ട് സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യും. ഇപ്പോൾ ഫോണിൽ ചെയ്യുന്നവർക്ക് മുകളിൽ സൈഡിലായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് പേജസ് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ ക്രിയേറ്റ് എന്ന് കാണിക്കും, അതുപോലെ തന്നെ നടുവിലായിട്ടും ക്രിയേറ്റ് പേജ് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇത് കാണാൻ താല്പര്യമില്ലെങ്കിൽ മുകളിൽ കാണുന്ന സിപ്പയിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം. 2 പ്രാവശ്യം നെക്സ്റ്റ് അടിച്ച ശേഷം താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫേസ്ബുക്ക് പേജിന് ഒരു പുതിയ നെയിം ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ മൈ പേജ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നമ്മുടെ പേജ് എന്ത് കാറ്റഗറി ആയിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ പേഴ്സണൽ ബ്ലോഗാണോ അതോ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ പേഴ്സണൽ ബ്ലോഗ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. അതിനുശേഷം നമുക്ക് വെബ്സൈറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നമ്മുടെ പേജിൻ്റെ പ്രൊഫൈലിൽ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് ഇപ്പോൾ ചെയ്യാം. അതുപോലെ തന്നെ കവർ ഫോട്ടോ വല്ല ആഡ് ചെയ്യണമെങ്കിലും അതും ഇവിടെ ചെയ്യാം. സൈഡിൽ കാണുന്ന ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ആഡ് ചെയ്യാം. അതിനുശേഷം ഡൺ അടിക്കുക. ഇപ്പോൾ കാണുന്ന ഇൻ്റർഫേസിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫോണിൽ ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളാണ്. ഇപ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പുതിയ പോസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസൊക്കെ കാണിക്കും. ഇപ്പോൾ നമുക്ക് പുതിയ പോസ്റ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ താഴെയായിട്ട് പോസ്റ്റ് കാണിക്കും. അല്ല നമുക്ക് പുതിയ ഫോട്ടോസാണ്, പേജ് എഡിറ്റ് ചെയ്യണം, അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നവർക്ക് താഴെ സൈഡിലായിട്ട് പേജസ് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ പേജ് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേജിൻ്റെ നെയിം കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് കാറ്റഗറിയാണെന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ പേഴ്സണൽ ബ്ലോഗാണ് ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ചാനലിന് ഇനിയും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ അതും ഇവിടെ ടൈപ്പ് ചെയ്യുക. അതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് പേജ് അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പേജ് ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ താഴെയായിട്ട് ആഡ് പ്രൊഫൈൽ പിക്ചർ, ആഡ് കവർ പിക്ചർ എന്നൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഇപ്പോൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് പിന്നെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനുശേഷം സേവ് അടിക്കുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ പ്രൊഫൈൽ ഇടണമെങ്കിൽ ഇവിടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് പ്രൊഫൈൽ പിക്ചർ എന്ന് കാണിക്കും, അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അപ്ലോഡ് ഫോട്ടോ. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പോസ്റ്റ് ഇടണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്. ബൈ.